വചനമൊഴി മാർച്ച് 10. വചനഭാഗം ഹെബ്രായർ 12, 14, 17, ലൂക്കായുടെ സുവിശേഷം 11, 33, 41. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലം ആത്മപരിശോധനയുടെയും ഹൃദയ പരിവർത്തനത്തിന്റെയും സമയമാണ് എന്ന ചിന്തയാണ് ഈ ആഴ്ചയിൽ തിരുവചനം നമ്മോട് പങ്കുവെക്കുന്നത്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മോട് പറയുന്നു, നാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധി നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കി ലോകത്തിന് പ്രകാശമായി വർത്തിക്കേണ്ടവരാണ് ഈശോയുടെ ശിഷ്യന്മാരെന്ന് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പറയുന്നു, എല്ലാവരോടും സമാധാനത്തോടെ ജീവിക്കുക, വിശുദ്ധി നേടുവാൻ പരിശ്രമിക്കുക. വിശുദ്ധിയില്ലാതെ ആർക്കും കർത്താവിനെ കാണുവാൻ സാധിക്കുകയില്ല. ക്രൈസ്തവ ജീവിതം വിശുദ്ധിയുടെ പാതയിലൂടെയുള്ള യാത്രയാണ്. ഇഹലോക ജീവിതത്തിന് ശേഷം ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം. വിശുദ്ധിയില്ലാതെ കർത്താവിന്റെ സന്നിധിയിൽ എത്താൻ സാധിക്കുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടുത്താതെ വിശുദ്ധിയിൽ മുന്നേറുവാനായിട്ട് ശുദ്ധമായ ഹൃദയം നമ്മിൽ സൃഷ്ടിക്കണമേ എന്ന് സങ്കീർത്തകനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഇന്നത്തെ ലേഖന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുമുള്ള വചനഭാഗം ഒരു ദീപം, പ്രകാശത്തിന്റെ ഒരു ദീപം പോലെയാണ് ക്രൈസ്തവ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദീപം പ്രകാശത്തിന്റെ അടയാളമാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും ലോകത്തിന് പ്രകാശമാകാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തീയ ജീവിതം മറച്ചുവെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് പ്രകാശമായി വർത്തിക്കാനുള്ളതാണ്. ഹൃദയത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഹൃദയവിശുദ്ധിയുടെ പ്രകടനമായ നമ്മുടെ അനുദിന പ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.